ഓൾ റൈറ്റ്, ഒരു ടൈറ്റ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വിൻറ്റേജ് ലുക്കിംഗ് സ്റ്റീരിയോ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ. ഒരു ട്രൈ നോക്കുകയാണ്. ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ കാനഡയിൽ വന്നിട്ട് ഏകദേശം 2 വർഷമായി. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൊച്ചു ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുമായിരുന്നു. അത് സെയിൽ ചെയ്യുകയും റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് കുറവാണ്. കാരണം നമ്മൾ അസംബ്ലിങ് നിർത്തിയല്ലോ. ഇവിടെ വന്നിട്ട് നമ്മൾ പല ബ്രാൻഡിൻ്റെ ഡാക്കും അതുപോലെ തന്നെ മറ്റ് ക്ലാസ് ഡി ആംപ്ലിഫയറൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊന്നും ചെയ്തെടുക്കണം എന്നുള്ളത് ഒരു ഡ്രീമായിട്ട് തന്നെ നിൽക്കുകയാണ്. വലിയ സംഭവമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് വന്നുകൊണ്ട് തന്നെ എനിക്ക് ബഡ്ജറ്റ്, സ്പേസ്, റിസോഴ്സ്, നോളജ് ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാൻ, എങ്ങനെയായിരിക്കും ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 1 ദ പ്ലാൻ എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 2 എന്ന് പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അനലോഗ് വ്യൂ മീറ്റർ നമ്മൾ അലി എക്സ്പ്രസിൽ നിന്നും $3.something വാങ്ങിച്ചത്. നാട്ടിൽ ഏകദേശം 230-200 ആ ഒരു റേഞ്ചിൽ വില മാത്രമേ വരുന്നുള്ളൂ. നല്ലൊരു പർച്ചേസ് ആയിരുന്നു. നമ്മുടെ ആംപ്ലിഫയർ അസംബ്ലിംഗ് ഫസ്റ്റ് പർച്ചേസാണത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, അതുപോലെ തന്നെ എങ്ങനെയാണ് അനലോഗ് വ്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കി 6 മിനിറ്റിനുള്ളിലാണ് ആ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പം യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് ലെങ്ത് വീഡിയോസ് ഇട്ടാലും അങ്ങനെ ആരും കാണാറില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഇപ്പോഴും നമുക്ക് ചാനൽ അങ്ങനെ വ്യൂസ് ഒന്നുമില്ല. എനിവേ, അപ്പോൾ ഇത് ചാപ്റ്റർ 3 ആണ്. ഇതിൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മേജർ ബിൽഡിംഗ് ബ്ലോക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ 3-way ടോൺ കൺട്രോൾ ബോർഡ്. എന്തുകൊണ്ടാണ് ഇതിന് ഞാനൊരു മേജർ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇതായിരിക്കും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബ്രെയിൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോൺ കൺട്രോൾ ബോർഡിൽ തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലൂടൂത്ത് ഇൻപുട്ടും അതിൻ്റെ ഡാക്കും അതിൻ്റെ ബഫർ സ്റ്റേജും എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് എത്രത്തോളം നന്നാവുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇതും നമ്മൾ അലി എക്സ്പ്രസിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലിപ്പോൾ അലി എക്സ്പ്രസ് ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നാട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിലർ ഷോപ്പുകൾ ഇപ്പം വ്യൂ മീറ്ററുകളൊക്കെ നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടാറുണ്ട്. അനലോഗ് വ്യൂ മീറ്റർ അത് എത്തിക്കുന്ന പോലെ ഈ ഒരു ബോർഡുകളൊക്കെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ഇതൊരു വെറൈറ്റി പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവസാനം വരെ കാണാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് ചാപ്റ്റർ 3 പോകാം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 3 ഷേപ്പിംഗ് ദ സൗണ്ട്. ഓക്കെ, നമ്മുടെ വ്യൂ മീറ്റർ എത്തിയ പോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അലി എക്സ്പ്രസ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാം, ചൈനയിൽ നിന്നാണ് വരുന്നത്. ചൈനീസ് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ ആ ഒരു പ്രൈസ് ബാർ ഞാൻ കുറച്ചും കൂടി ഉയർത്തി. കാരണം ചാപ്റ്റർ 2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യൂ മീറ്റർ വാങ്ങിച്ചത് ഏകദേശം $3.something കനേഡിയൻ ഡോളേഴ്സാണ്. അതായത് നാട്ടിൽ ഏകദേശം 230 രൂപ എങ്ങാണ്ട് ആയുള്ളൂ. നല്ലൊരു പർച്ചേസ് ആയിരുന്നു അത്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് പൈസ ആയിട്ടുണ്ട്. അതായത് $48.18 കനേഡിയൻ ഡോളേഴ്സ് ആയിട്ടുണ്ട് ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡിന്. അതായത് നാട്ടിൽ ഏകദേശം 3000 രൂപയോളം ഈ ഒരു ബോർഡിന് വരുന്നുണ്ട്. ഇത് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രൈസാണ്. പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് അന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 3000 വരും. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ സ്റ്റിൽ ഇതിനകത്തുള്ള സ്പെക്സ് വെച്ച് നോക്കുമ്പം എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഉപയോഗിച്ച് ഏകദേശം 1 മാസത്തോളമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ പ്രോജക്റ്റ് നീണ്ടു പോകും. നമുക്ക് കിട്ടുന്ന ടൈമിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വൃത്തിയാണോ എന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കുക. അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, ബോക്സ് അങ്ങനെ ബ്രാൻഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നിട്ടുള്ളത്. ബോക്സ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പാക്കറ്റിൽ ഒരു 10 mm സിൽവർ മെറ്റാലിക് നോബ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു നൈസ് ബോണസായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ്ലി ഇതിന് നോബ് വാങ്ങാനായിട്ട് ഇരുന്നതാണ് അലി എക്സ്പ്രസിൽ നിന്ന് തന്നെ. പക്ഷേ ഇതിൻ്റെ കൂടെ അവർ തന്നുകൊണ്ട് തന്നെ കുറച്ച് പൈസ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റി. അധികം ഇല്ലെങ്കിൽ പോലും, ബട്ട് സ്റ്റിൽ അത് മെറ്റാലിക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോർഡിന് ആവശ്യമായിട്ടുള്ള സ്ക്രൂസും മെറ്റാലിക് സ്പേസേഴ്സും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ കണക്റ്റേഴ്സോ അല്ലെങ്കിൽ വയറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ബോക്സിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ ബോർഡ് തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബോർഡ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൾ ഇൻ വൺ പാക്കേജാണ്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു കാനഡയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഡാക്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഡാക്ക് ഉപയോഗിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും വലിയ സെറ്റപ്പ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് പല ബ്രാൻഡിൻ്റെ റിവ്യൂ യൂണിറ്റ് കിട്ടിയപ്പോഴാണ് ഒരു ഡാക്ക് കിട്ടിയത്. അത് യൂസ് ചെയ്ത് നോക്കിയപ്പം ഒരു കൺവെൻഷണൽ പ്രീ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതിലുപരി ക്വാളിറ്റിയിൽ നമുക്ക് പാട്ട് കേൾക്കാനായിട്ടും സിനിമ കാണാനായിട്ടൊക്കെ ഒരു എക്സ്പീരിയൻസ് ലഭിച്ചപ്പം നമ്മളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ എന്തായാലും ഒന്നെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഡാക്ക് യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഡാക്കോട് കൂടി വരുന്നൊരു ബോർഡ് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിയ ബോർഡ് ഒരു ടോപ്പ് നോച്ച് ഓഡിയോഫൈൽ ഗ്രേഡ് പ്രോഡക്റ്റ് ആണെന്നല്ല.
പക്ഷേ ഒരു സ്റ്റാർട്ടർ പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ബോർഡൊക്കെ തന്നെ ധാരാളമാണ്. ഒരു $48 ഒരു ഓൾ ഇൻ വൺ പാക്കേജ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡാക്ക് മാത്രമല്ല, ഒരു കോൾകോമിൻ്റെ ഒരു ബ്ലൂടൂത്ത് 5.4 ചിപ്സെറ്റ് വരുന്നുണ്ട്, ഒരു 3-വേ കൺട്രോൾ സെക്ഷൻ വരുന്നുണ്ട്, ടോൺ കൺട്രോൾ സെക്ഷൻ വരുന്നുണ്ട്, അതുപോലെ ഒരു ബഫർ സ്റ്റേജ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൂടി അത് വേണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഓഡിയോ ഓപ്ഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ബ്ലൂടൂത്തും ഓക്സും ഒരു റിലേ ഉപയോഗിച്ചിട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്ന ഒരു ഓൾ പാക്കേജാണ് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിനുള്ളിൽ തന്നെ ഇത്രയും ഓപ്ഷൻസ് എനിക്ക് വരുമ്പോൾ നല്ലൊരു പർച്ചേസ് ആയിട്ട് തന്നെ തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ബോർഡ് സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂവും സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ബിൽഡ് ക്വാളിറ്റി തന്നെ തുടങ്ങാം. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ആക്സെപ്റ്റബിൾ ആണ്. ഒരു ഡബിൾ സൈഡഡ് ഗ്രീൻ എപ്പോക്സി PCB ആണ് ഒരു യൂസ് ചെയ്തിട്ടുള്ളത്. കോമ്പോണൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്പേസ് എടുത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ ഒതുക്കി നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ലുക്ക് മാത്രമല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഓഡിയോ ടെസ്റ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡാക്കിനും അതുപോലെ തന്നെ ബ്ലൂടൂത്തിനും സെക്ഷനും നോക്കുകയാണെങ്കിൽ SMD ടൈപ്പ് കോമ്പോണൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാത്തതിനല്ല റെഗുലർ കോമ്പോണൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് കാണാൻ കഴിയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു മെയിൻ പവർ ഓൺ ഓഫ് സ്വിച്ച് സെക്ഷനാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ടോഗിൾ ടൈപ്പ് സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിൻറ്റേജ് ടൈപ്പ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാനാണ്. അപ്പം ഈ ഒരു ബോർഡിൽ തന്നെ ഇങ്ങനെ ഒരു ടൈപ്പ് സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ആക്ച്വലി ഒരു അഡീഷണൽ ബോണസ് ആയിട്ട് തന്നെ, അതായത് എല്ലാം കറങ്ങി തിരിഞ്ഞ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ വന്നു. തൊട്ടടുത്ത് തന്നെ ഒരു റെഡ് LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് അത് LED ഇൻഡിക്കേഷൻ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പാനലിൽ തന്നെ കൊടുക്കാനായിട്ട് വരും. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡുവൽ പവർ സപ്ലൈയുടെ ആ ഒരു കപ്പാസിറ്ററും ഡയോഡൊക്കെ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എത്ര എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. കപ്പാസിറ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് ഏകദേശം 12 to 18 വോൾട്ടേജ് വരെ നമുക്കിതൊരു സേഫ് വോൾട്ടേജ് ആണ്. AC കൊടുക്കാം. ഞാനിവിടെ കൊടുത്തത് 15 വോൾട്ടേജ് ആണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ സിംഗിൾ സപ്ലൈ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിൽ ഡുവൽ സപ്ലൈ ആണ് കൊടുക്കുന്നതെന്ന് കാണിച്ചിട്ടുള്ളത്. പക്ഷേ പവർ സപ്ലൈയുടെ സെക്ഷനിൽ ഒരു 7812 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 7912 കൊടുത്തിട്ടില്ല. അതായത് നെഗറ്റീവ് വോൾട്ടേജിന് റെഗുലേറ്റർ IC കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സിംഗിൾ സപ്ലൈ കൊടുത്താലും അത് വർക്ക് ചെയ്തോളും. ഞാൻ കൊടുത്തു ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെയും ഡാക്കിൻ്റെ സെക്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു ബോർഡ് യൂസ് ചെയ്യുന്നത് കോൾകോമിൻ്റെ QCC3084 എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് ചിപ്സെറ്റാണ്. ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിനകത്ത് വരുന്ന വെർഷൻ എന്ന് പറയുന്നത്. ഒരു ജെനുവിൻ കോൾകോം ചിപ്സെറ്റാണ്. പക്ഷേ ഇതൊരു ഭയങ്കരമായ ക്വാളിറ്റി, ഒരു ഓഡിയോ ഫയൽ ലെവലിലേക്കുള്ള ക്വാളിറ്റിയുള്ള ചിപ്സെറ്റ് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ കോൾകോമിൻ്റെ ഈ ഒരു QCC3084 എന്ന് പറയുന്നത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. ഒരു ലോ കോസ്റ്റ് ബ്ലൂടൂത്ത് മൊഡ്യൂളായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലൂടൂത്തിൻ്റെ പല കോഡക്കുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കോൾകോം aptX ഓഡിയോ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്തിൻ്റെ പല കോഡകളും aptXും aptX HD ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊന്നും അവർ റെഗുലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഈ ഒരു മാനുഫാക്ചർ. അപ്പോൾ എല്ലാം ഓപ്പൺ തന്നെയാണ്. നമുക്ക് ബ്ലൂടൂത്തിൻ്റെ കോഡൊക്കെ LDACും അതുപോലെ തന്നെ aptX എല്ലാം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റിയിൽ അവിടെ തൊട്ട് നമുക്ക് കോംപ്രമൈസിംഗ് ഒന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ഓക്കെ, ബ്ലൂടൂത്ത് സെക്ഷനിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ സിഗ്നൽ നേരെ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ സ്റ്റൈലിലേക്കാണ്. അതായത് നമ്മുടെ ഡാക് ചിപ്പിലേക്കാണ്. ഈ ഒരു ബോർഡിൽ നോക്കുകയാണെങ്കിൽ ES9023P എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ, അതായത് ഒരു ഡാക് ചിപ്പാണ്. ESS ടെക്നോളജിയുടെ ഒരു ഡാക് ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു 24 ബിറ്റ് കൺവെർട്ടറാണ്. ഏകദേശം 192 kHz സാമ്പിളിംഗ് വരുന്ന ഒരു കൺവെർട്ടർ. ഇതിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് ഒരു ഔട്ട്പുട്ട് ഡ്രൈവർ സ്റ്റേജും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീ ആംപ്ലിഫയർ സെക്ഷനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ടോൺ കൺട്രോൾ സെക്ഷനിലേക്കോ സിഗ്നലിനെ ഒരു ലൈൻ ലെവൽ രീതിയിൽ ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബോർഡിന് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അങ്ങനെ അതിഭയങ്കരമായ ഒരു ഡാക്സ് ചിപ്സെറ്റ് ഒന്നും അല്ല. ഇതങ്ങനെ ഡയറക്റ്റ്ലി ഡീകോഡ് ചെയ്യില്ല. ഏത് ടൈപ്പ് ഫോർമാറ്റ് MP3 FLAC AC അങ്ങനെ ഡയറക്റ്റ് ഡീകോഡിംഗ് ഒന്നും അല്ല. അപ്പോൾ ഒരു ബേസിക്കായിട്ട് എന്ത് ഡിജിറ്റൽ ഓഡിയോ സിഗ്നൽ വരുന്നോ അതിനെ നമ്മൾ ഡയറക്റ്റ്ലി PCM ആണെങ്കിൽ അതിനെ നേരെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അനലോഗ് ഓഡിയോ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ടോൺ കൺട്രോൾ സെക്ഷനിലേക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡാക്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ടോപ്പ് നോച്ച് ഓഡിയോ ഫയൽ ഗ്രേഡ് ലെവൽ സാധനമൊന്നുമല്ല. പക്ഷേ കൊടുത്ത ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 1 മാസമായിട്ട് യൂസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കൂടി ചേർത്താണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കൊള്ളില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് റിട്ടേൺ അയക്കുകയോ അല്ലെങ്കിൽ വേറെ ബോർഡ് വാങ്ങിക്കുകയോ ചെയ്താൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കത് നോക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് ഇൻപുട്ട് പോലെ തന്നെ ഈ ഒരു ബോർഡിൽ ഓക്സിലറി ഇൻപുട്ടും വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ സ്പെഷ്യലായിട്ട് സെലക്ടർ സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെയാണ് റിലേയുടെ ഉപയോഗം വരുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് സെക്ഷനിൽ നിന്നും എപ്പോഴൊക്കെയാണോ ഓഡിയോ വരാത്തത്, അതായത് ഓഡിയോ ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം ഇത് നേരെ ഡയറക്റ്റ്ലി കണക്റ്റ് ആവും നമ്മുടെ ഓക്സിലറി ഇൻപുട്ടിലേക്കായിരിക്കും. എപ്പോഴാണോ നമ്മുടെ ഫോണിൽ പാട്ട് പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ ചെല്ലുന്നത്, ആ സമയത്ത് ഈ ഒരു റിലേ ഉപയോഗിച്ചിട്ട് ഇത് ഡയറക്റ്റ്ലി ബ്ലൂടൂത്ത് സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യും.
അല്ലാത്ത പക്ഷം ഇത് നേരെ ഓക്സിലറി ഇൻപുട്ടിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലി ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. റിലേ ഇതിൻ്റെ ജോലി ചെയ്തോളും. പക്ഷേ ഇതിനകത്തുള്ളൊരു പോരായ്മ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടക്ക് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കും ഇത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മൾ പാട്ടൊന്ന് പ്ലേ ചെയ്ത് പൗസ് ചെയ്യുമ്പോൾ ടക്ക് അടി അടിച്ച് നേരെ ഓക്സിലറിയിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ടെക്നടിച്ച് വീണ്ടും ഇതിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു റിലേ സ്വിച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് എനിക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്. BD140 എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെൻ്ററി പെയർ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ബഫർ സ്റ്റേജ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന് മുമ്പായിട്ടാണ് നമ്മുടെ 3-വേ ടോൺ കൺട്രോൾ സെക്ഷൻ വരുന്നത്. ഞാൻ പറഞ്ഞിങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബ്ലൂടൂത്ത് ഓഡിയോ ഇൻപുട്ട്, അതായത് നമ്മുടെ ബ്ലൂടൂത്തിന് ചിപ്സെറ്റ്, അതിൽ നിന്ന് ഓഡിയോ ഡാക്കിലേക്ക് പോകുന്നു. ഡാക്കിൽ നിന്ന് നേരെ ടോൺ കൺട്രോൾ സെക്ഷനിലേക്ക് വരുന്നു റിലേ ഉപയോഗിച്ചിട്ട്. അതിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു, ബഫർ സ്റ്റേജിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ, ഈ ഒരു 2 ട്രാൻസിസ്റ്റർ നമുക്കറിയാം ഇതൊരു ബഫർ സ്റ്റേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതങ്ങനെ ഓഡിയോ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ജോലിയൊന്നുമല്ല. എന്നിട്ട് അവസാനം മിനുക്ക് പണി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അത് വരുന്ന സിഗ്നലുകളെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്ത് പവർ ആംപ്ലിഫയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതായത് ഇമ്പിഡൻസ് മിസ് മാച്ചിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ബഫർ സ്റ്റേജിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതാണ് ആ ഒരു സ്റ്റേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 3-വേ ടോൺ കൺട്രോൾ സെഷനിലേക്ക് വരാം. നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെ ട്രിബിളിൻ്റെ കൺട്രോൾ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ബോക്സ് ടൈപ്പ് കൺട്രോളറാണ്. എങ്കിൽ പോലും ട്രിബിളിൻ്റെ കൺട്രോൾ ഇച്ചിരി വലുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ഒരു ടോൺ കൺട്രോൾ സെഷൻ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കും. അത് ഓഫ് ചെയ്തിരുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ഓഡിയോ റെസ്പോൺസ് എങ്ങനെയാണോ പാട്ട് കേൾക്കുന്നത്, പാട്ട് ട്യൂൺ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്ക് കേൾക്കാം. അതായത് ബ്ലൂടൂത്ത് സെഷനിൽ നിന്ന് നേരെ ഡാക്കിൽ നിന്ന് നേരെ ആംപ്ലിഫയറിലേക്ക് എന്നുള്ള രീതിയിൽ ഇൻബിറ്റ്വീനായിട്ടുള്ള ആ ഒരു 3-വേ കൺട്രോൾ നമുക്ക് ഒഴിവാക്കാം. അപ്പം പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു ഓഫ് ചെയ്തിട്ട് പാട്ട് കേൾക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 2 ഓപ്പാമ്പ് ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം വളരെ പോപ്പുലറായിട്ടുള്ള NE5532 ഓപ്പാമ്പ് ആണ് എല്ലാവരും ചൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ഇതിൽ ഓൾറെഡി NE5532 വെച്ചിട്ടുള്ള ഓപ്പാമ്പ് ഉണ്ട്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏത് ഓപ്പാമ്പ് സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഞാൻ സെലക്ട് ചെയ്തത് LME49720 NA എന്ന് പറയുന്ന ഓപ്പാമ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നോക്കിയ സമയത്ത് ഈ ഒരു NE5532 കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ LME ഒപ്പാമ്പ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഓവറോൾ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും ഒരു നോയ്സ് മാനേജ്മെൻറ്റും എല്ലാം ഡിസ്റ്റോർഷൻ ഒഴിവാക്കുന്നതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയതാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഓപ്പാമ്പ് സെലക്ട് ചെയ്തത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ ഓപ്ഷൻസോട് കൂടി വരുന്ന ഒരു ബോർഡ് തന്നെയാണ്. അതായത് ബ്ലൂടൂത്ത് സെക്ഷൻ വരുന്നുണ്ട്, അതിനകത്ത് തന്നെ എല്ലാ കോഡക്കും സപ്പോർട്ട് ചെയ്യുന്നു. ആ ഡിജിറ്റൽ ഓഡിയോ നേരെ കൺവേർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡാക് സെക്ഷൻ വരുന്നുണ്ട്. അതിൽ നിന്ന് നേരെ 3-വേ ടോൺ കൺട്രോൾ സെക്ഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്പാമ്പ് വരുന്ന 3-വേ ടോൺ കൺട്രോൾ സെക്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ വേണമെങ്കിൽ ടോൺ കൺട്രോൾ സെക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓക്സിലറി ഇൻപുട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് റിലേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ ബഫർ സ്റ്റേജിലേക്ക് പോകുന്നു. അതിനുശേഷം മാത്രമാണ് ആംപ്ലിഫയറിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പിഡൻസ് മാച്ചിങ് എല്ലാമായിട്ട് വന്ന് അത്യാവശ്യം നല്ലൊരു പാക്കേജ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു പാക്കേജായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബോർഡിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ഒരു ബോർഡിനെ പറ്റി കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, ഓഡിയോ കേട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ 3 എന്ന് പറയുന്നത്. നേരെ ഓഡിയോ കേട്ടിട്ട് തിരിച്ചു വരാം. ആ ഒരു ചിപ്പിൻ്റെ പേര് തന്നെയാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ബ്ലൂടൂത്ത് നെയിമായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് നെയിം മാറ്റാം, ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് റിലേ ഉള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്താണോ ഓക്സിലറി ഇൻപുട്ട്, ഈ ഒരു ഭാഗത്ത് വരുന്ന ഓക്സിലറി ഇൻപുട്ട് എന്താണോ അതാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഓഡിയോ ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഓഡിയോ ഇവിടെ പ്ലേ ചെയ്താൽ മാത്രമേ അതിലേക്ക് മാറുള്ളൂ. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണേ. കണ്ടില്ലേ, അതായത് കണ്ടില്ലേ ഇപ്പോൾ വീണ്ടും ഇത് ഓക്സിലേക്ക് മാറി. ഇവിടെ നിന്നൊരു ഓഡിയോ സിഗ്നൽ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഇത് റിലേ ഉപയോഗിച്ച് ബ്ലൂടൂത്തിലേക്ക് കണക്റ്റ് ആവുകയുള്ളൂ. കണ്ടില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. പോസ് ചെയ്യുമ്പോൾ ചെറിയൊരു സെക്കൻഡ് എടുത്തിട്ട് ഇപ്പോഴാണ് മാറിയത്. അതായത് സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ആവുന്ന സമയത്താണ് അടുത്ത ഓക്സിലറിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, കോപ്പറേറ്റ് അടിക്കാൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ആയിരിക്കും നമ്മളിത് കൂടുതൽ അപ്ലോഡ് ചെയ്യുക, ടെസ്റ്റിംഗ് ഓഡിയോസൊക്കെ. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പേജൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോൺ കൺട്രോൾ സെക്ഷൻ ഓഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ട്രിപ്പിളിന് മുമ്പായിട്ട് ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കൺട്രോൾ. അപ്പോൾ അത് ഓഫ് പൊസിഷനിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ
കണ്ടില്ലേ, ആ ബേസും മിഡും ഒക്കെ തിരിച്ചിട്ട് ഒരു അനക്കവും വരുന്നില്ല. എന്താണോ ഈ ഒരു ഫോണിൽ നിന്ന് പ്ലേ ആവുന്ന ഓഡിയോ അത് തന്നെ ഡയറക്റ്റ് നമുക്ക് ആംപ്ലിഫയറിലേക്ക് ചെല്ലുകയാണ്. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ ടോൺ കൺട്രോൾ സെഷൻ ഓൺ ആയിട്ടുള്ളത്. അതിൽ നിന്നുള്ള ഇത് ഓൺ എന്നല്ല, ഈ ഒരു സ്വിച്ചിങ് ആക്ഷൻ ഉപയോഗിച്ചിട്ട് അതുവഴിയുള്ള ഓഡിയോ വരുന്നത്, ടോൺ കൺട്രോൾ സെക്ഷൻ വഴിയുള്ള ഓഡിയോ ആണ് ഇപ്പം നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. മിഡ്, ബേസ്, ട്രിബിൾ. ഓക്കെ, ഇപ്പോൾ ടോൺ ബോർഡ് ഓണാണ്. ബേസ് കൂട്ടാം. മിഡ് റേഞ്ച് കൂട്ടാം. ഹൈ ഫ്രീക്വൻസി. കണ്ണെഴുതി കിളിപ്പാട്ട് കൊഞ്ചേണം. ഇന്നോളം അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ 3 ഷേപ്പിംഗ് ദ സൗണ്ട്. നമ്മൾ കാനഡയിൽ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ്. ഓൾ ഇൻ വൺ 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. എന്താണ് ഈ ഒരു ബോർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതൊരു വെർത്തായിട്ടുള്ള പർച്ചേസ് ആണോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പർച്ചേസുമായിട്ട് നമ്മൾ ചാപ്റ്റർ 4 വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെഷൻ ആയിരിക്കും നമ്മുടെ ചാപ്റ്റർ 4 ആകാൻ ചാൻസ് ഉണ്ട്. വീഡിയോയുടെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് തുടർന്ന് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.